നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഞാൻ ആ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ, ആ ഹൃദയത്തിൽ ആണ്. ആ സ്നേഹമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. എൻ്റെ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികളും എല്ലാം ആ സ്നേഹമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സങ്കല്പത്തോടു കൂടിയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഈ സ്നേഹത്തിൻ്റെ യാത്ര നടത്താം എന്നുള്ള സങ്കല്പത്തോടു കൂടി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാണ്. നമ്മൾ എഡ്യൂക്കേഷൻ ഒരു ഉയർന്ന തലത്തിലുള്ള ഗൈഡൻസിലേക്ക് കണക്റ്റ് ചെയ്യാൻ സഹായിക്കണമെന്നും ആ ഗൈഡൻസ് നമ്മളെ നയിക്കുന്ന തലത്തിലാവണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്തോറും ഉയർന്ന ബോധത്തിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുന്നു. നമുക്ക് മനസ്സിലാവുന്നു, ഞാൻ ഈ ചെറിയ ജ്ഞാനം കൊണ്ടല്ല വർക്ക് ചെയ്യുന്നത്. ഈ ഉപബോധ മനസ്സിൽ സബ് കോൺഷ്യസിൽ കളക്ട് ചെയ്ത അറിവല്ല എന്നെ നയിക്കേണ്ടത്. എന്നെ നയിക്കേണ്ടത് ആ സ്രോതസ്സും വരുന്ന സ്നേഹമാണ്. അതാണ് എൻ്റെ ഈ ക്രിയേഷന്, എൻ്റെ ബോധ മനസ്സിലുള്ള എല്ലാ വിധത്തിലുള്ള അറിവുകൾക്കും ശരിക്കും വെളിച്ചം നൽകുന്നത്. അപ്പോഴാണ് വിസ്ഡം വരുന്നത്. ഒരു കാര്യം പഠിച്ചാലും അറിഞ്ഞാലും കാര്യമില്ല. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ഉയർന്ന ഗൈഡൻസിൽ കണക്ട് ചെയ്യും മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ മാസ്റ്ററുടെ ജീവിതം നോക്കിയാൽ അറിയാം, മാസ്റ്റർ എപ്പോഴും ഗൈഡഡ് ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ട് വേണം ജീവിക്കാൻ. എങ്കിലേ ജ്ഞാനം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ മെഡിസിൻ പഠിച്ചു, ഓഫ്താൽമോളജി പഠിച്ചു. ഇനി എന്നെ നയിക്കുന്നത് ആ അറിവ് ശരിക്കും സ്വായത്തമാക്കിയുള്ള അറിവാണ്. ശരിക്കും അറിവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇത് വെറും ടെമ്പററിയാണ്. നമുക്കൊരാൾക്ക് തൽക്കാലം ഒരു കാഴ്ച നൽകാൻ സാധിക്കും. പക്ഷേ ഈ ജീവിതം കഴിഞ്ഞിട്ട് ആ കാഴ്ച കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ബോധത്തോട് കൂടി ചെയ്യണം. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട്, വിനയത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കണം.
ഓരോരുത്തരും അതുപോലെ ചെയ്യുകയാണെങ്കിൽ, പഠിച്ച അറിവ് സത്യസന്ധമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ലോകം മാറും. ഭരണാധികാരികൾക്ക് മനസ്സിലാവും ഈ അധികാരം ടെമ്പററിയാണ്. അവർക്കറിയാം എത്ര പ്രഗത്ഭരായാലും അവസാനം അവരുടെ ഭരണം അവസാനിക്കും. അവർ സ്മരിക്കപ്പെടും കൂടിയില്ല ചിലപ്പോൾ. അവരൊക്കെ ഹിസ്റ്ററിയുടെ താളുകളിലേക്ക് പോകും. ഒരു ഡോക്ടർക്ക് അറിയാം എത്ര നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളും ഡോക്ടറും ഇല്ലാണ്ടാവും. ഒരു സന്യാസിക്ക് അറിയാം ഒരു സന്യാസം മരണം വരെയുള്ളൂ. അവർ പറയുന്ന തത്വശാസ്ത്ര ചിന്തകളും അതുവരെയുള്ളൂ. അവരതിൽ ജീവിക്കണം. അപ്പോൾ സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ സ്നേഹമായിട്ട് ജീവിക്കണം. എങ്കിലേ അത് അർത്ഥമുള്ളൂ, ആ വാക്കിനൊരു അർത്ഥമുള്ളൂ. ഇവിടെ പൈസയ്ക്ക് യാതൊരു കാര്യമില്ല, പൈസ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ രീതിയിൽ ജീവിക്കണം. ഇവിടെയാണ് മഹാത്മാഗാന്ധിജി നമുക്കൊരു ഉദാഹരണമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം എന്താണോ മനസ്സിലാക്കിയത് അത് അദ്ദേഹം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ, അടുത്ത നിമിഷം തന്നെ, ദിവസം കൂടി അടുത്ത നിമിഷം തന്നെ അദ്ദേഹം പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആർജിച്ച അറിവുകൾ അത് എക്സ്പീരിയൻഷ്യലാക്കിയാലേ ശരിക്കും അത് അറിവ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇതാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ സ്നേഹത്താൽ ഗൈഡഡ് ആവണം, അല്ലെങ്കിൽ സാധിക്കില്ല. ഹ്യൂമിലിറ്റി വേണം, എങ്കിലേ ഇത് സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ ലോകത്തുള്ള പ്രശ്നങ്ങൾ പഠിച്ച ആൾക്കാർ ആ അറിവുകളെ ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത് ഈ സ്റ്റാഫിലൂടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ കറക്റ്റ് ടൈമിൽ വരണം, കസ്റ്റമേഴ്സിനെ വരുന്ന ആൾക്കാരെ സേവിക്കണം, അതിനുവേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് സർവീസ് എന്ന് പറയുന്നത് സേവനം, പബ്ലിക് സർവൻറ്റ് എന്നാണ് മഹാത്മാഗാന്ധി വിളിച്ചത്. ആ ഒരു ബോധത്തോടു കൂടി വർക്ക് ചെയ്യണം. അവിടെ എത്തുമ്പോഴേക്കും അത് വിസ്മരിക്കുന്നു. പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള തിടുക്കായി, പേര് നിലനിർത്താനുള്ള തിടുക്കായി, അതുപോലെ തന്നെ പോലീസ് വിഭാഗം, പട്ടാള വിഭാഗം എല്ലാം ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള കാര്യങ്ങളാണ്. അവർ അതിൻ്റെ പുറകിലൊരു മനുഷ്യനാണ്, അതിൻ്റെ പുറകിൽ ഡിവൈൻ പേഴ്സണാണ്. ഇതെല്ലാം പോയാലും ഒരു മനുഷ്യൻ എന്നുള്ള ഭാഗം അവിടെ മാറ്റി നിൽക്കുന്നു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ മനുഷ്യൻ പുറത്തേക്ക് വരുന്നു, പിന്നെ ബഹുമാനം ഉണ്ടാവും. എന്തുകൊണ്ട്? പ്രവൃത്തി സമയത്ത് ആ മനുഷ്യത്വം, സ്നേഹം കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മളുടെ ശരിക്കുള്ള സ്വഭാവം കാണുന്നത് നമ്മുടെ ഈ കഴിവുകളെല്ലാം നമ്മളിന്ന് എടുത്തു കളയുമ്പോഴാണ്. ഒരു ഡോക്ടർക്ക് സർജറി ചെയ്യാനുള്ള കഴിവില്ലാണ്ട് ആകുമ്പോൾ, അയാളുടെ ഓർമ്മ നിലനിൽക്കാതെ ആകുമ്പോൾ, പുതിയ ഡെവലപ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? അതാണ് ശരിക്കുള്ള ഡോക്ടർ. അപ്പോൾ സഹജമാർഗം പഠിപ്പിക്കുന്നത് നെഗറ്റിവിറ്റി അല്ല, പല സ്പിരിച്വൽ പ്രാക്ടീസുണ്ട്. ഇതെല്ലാം നശ്വരങ്ങളാണ്, അതിലൊക്കെ ത്യജിക്കൂ. ഇതൊക്കെ അളിഞ്ഞതാണ്, ഈ ശരീരം ചീഞ്ഞു പോകും, അതുകൊണ്ട് വെറുക്കുക, അതിനെ വലിച്ചെറിയുക. നമ്മൾ വേസ്റ്റ് എങ്ങനെയാണ് വലിച്ചത് അതുപോലെ മനസ്സിൽ ത്യജിക്കുക. അപ്പോൾ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. സഹജമാർഗം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. സഹജമാർഗം പഠിപ്പിക്കുന്നത് നമ്മൾ ശരീരത്തെയും ലോകത്തെയും പ്രവൃത്തികളെയും എല്ലാം പ്രവൃത്തികൾ ചെയ്യുമ്പോഴെല്ലാം അതിൽ സ്നേഹം നിറയ്ക്കുക എന്നുള്ളത്. ഭഗവത്ഗീതയിൽ ഇൻവേർട്ടഡായി നിൽക്കുന്ന ആൽവൃക്ഷത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നു. ഊർധ്വമൂലം അധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്. ആ സ്നേഹമാണ് ഈ അശ്വത്ഥ വൃക്ഷത്തിൻ്റെ റൂട്ട്സ്. അപ്പോൾ ആ സ്നേഹത്തെ ഈ അശ്വത്ഥത്തിലൂടെ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ മാനിഫെസ്റ്റേഷനിലൂടെ ഒഴുകാൻ അനുവദിക്കണം. അതാണ് മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. അപ്പോൾ ഈ അശ്വത്ഥ വൃക്ഷം മുകളിലും താഴെ ഒരുപോലെ ആവണം. ഇതാണ് അതിൻ്റെ കീ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബ്രൈറ്റർ വേൾഡും ഈ ലോകവും തമ്മിലുള്ള ഡിഫറൻസ് എത്ര കുറഞ്ഞു വരുന്നു അത്രത്തോളം നമ്മൾ പുരോഗമിച്ചു. അല്ല, ഈശ്വരൻ അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. സ്വർഗം വേറെ എവിടെയാണ്, ലോകം എവിടെയാണ്. അങ്ങനെ ഉള്ളൊരു ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവില്ല. ഈശ്വരൻ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ഈശ്വരൻ അവിടെ ഇരുന്നോട്ടെ, ഹൃദയത്തിൽ ഇരുന്നോട്ടെ, ഈശ്വരൻ പുറത്തേക്ക് വരാൻ പാടില്ല. അപ്പോൾ ഇത് മാറിയിട്ട് ഈശ്വരീയത നമ്മുടെ സ്വഭാവമാണ്, സ്നേഹം സാമ്രാജ്യമാണ് ഇവിടെ. എവിടെയാണ് ഞാൻ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഞാനുണ്ടെന്ന് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം ഈശ്വരൻ. അല്ലാതെ ഞാൻ ഈശ്വരൻ്റെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരരുത്. അപ്പോൾ സ്നേഹം ഈ ലോകത്തെ നയിക്കുന്ന തലത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടുള്ള അറിവുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കണം. അവർ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.